കൊല്ലം പരവൂരിലെ മുതിർന്ന സ്വയംസേവകനായ മുണ്ടും തലയ്ക്കൽ എൻ സോമരാജന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തനങ്ങൾക്ക് പരവൂരിൽ തുടക്കം കുറിച്ച അദ്ദേഹം സംഘപ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിന് എന്നും സഹായഹസ്തമായിരുന്നു. പ്രിയമുള്ളവരെ, അരനൂറ്റാണ്ടുകാലം പരവൂരിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കാരണവരായിരുന്ന മുണ്ടം തലയ്ക്കൽ സോമൻചേട്ടൻ ഇന്നലെ വൈകുന്നേരം നിര്യാതനായ വിവരം ദർശനസമേതം അറിയിക്കുന്നു. പരവൂരിലെ മുതിർന്ന സംഘകാര്യകർത്താവായിരുന്ന ആർ സോമരാജൻ 5 പതിറ്റാണ്ടിലേറെയായി സ്വയംസേവകരുടെ പ്രേരണാശക്തിയായിരുന്നു. 100 വയസ്സായിരുന്ന അദ്ദേഹം നിസ്വാർത്ഥ സേവകനായി പ്രവർത്തിച്ചു വരവെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. വിലാപയാത്രയോടെ ഒല്ലാലുള്ള സ്വവസതിയിലെത്തിച്ച ശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളും നാട്ടുകാരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. രാഷ്ട്രീയ സ്വയംസേവക സംഘം ശാഖാ മുഖ്യ ശിക്ഷക്, ശാഖാ കാര്യവാഹ് എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്ത് ഖണ്ഡ് പ്രമുഖായി പ്രവർത്തിച്ചു. ഭാരതീയ വിദ്യാനികേതന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ വിദ്യാലയം ആരംഭിച്ചു. അദ്ദേഹം രക്ഷാധികാരിയായിരുന്ന വിദ്യാനികേതന്റെ പരവൂരിലെ വ്യാസ വിദ്യാമന്ദിർ നാടിന് അഭിമാനമായി ഉയർന്നു നിൽക്കുകയാണ്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം സ്വന്തം സ്ഥലം വിട്ടു നൽകി. ആ സ്ഥലത്ത് ഇന്ന് സേവാ കേന്ദ്രത്തിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. കുടുംബത്തിലെ ഏക മകനായ അദ്ദേഹം സംഘവുമായി ഏറെ അടുത്തു നിന്നു. തന്റെ ബാക്കിയുള്ള സ്വത്തുവകകളും സമാജ സേവനത്തിനായി അദ്ദേഹം സംഘത്തിന് സമർപ്പിച്ചു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന് ശേഷം വ്യവസായി കൂടിയായിരുന്ന അദ്ദേഹം പരവൂരിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് വലിയൊരു കരുത്തായിരുന്നു. സത്യസായി സമിതി രക്ഷാധികാരിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം.